കനത്ത മഴയിൽ ചിറ്റാരിക്കാൽ കാറ്റാംകവല കോളനിയിൽ 2 വീടുകളുടെ മുറ്റമിടിഞ്ഞ് അപകടാവസ്ഥയിലായി. അല്പം കൂടി ഇടിഞ്ഞാൽ വീട് പൂർണ്ണമായും നിലംപൊത്തും. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഒരു ഭാഗം വനമേഖല, മറുഭാഗം ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ മൺതിട്ടകൾ. ഇതാണ് ഇവിടുത്തെ 4 കുടുംബങ്ങളുടെ അവസ്ഥ. 3-4 ദിവസമായി ഇടതടവില്ലാതെ പെയ്യുന്ന മഴയിൽ പിറ്റേക്കാട്ട് കുഞ്ഞിക്കണ്ണന്റെയും വില്യാട്ട് മിനിയുടെയും വീട്ടുമുറ്റം ഇടിഞ്ഞു വീണു. ബാക്കി ഭാഗങ്ങൾ വിണ്ടുകീറി ഏത് സമയവും ഇടിയാവുന്ന അവസ്ഥയാണ്. ചിറ്റാരിക്കാൽ പോലീസും കേരള വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. ഇപ്പോൾ ഇവിടം പഴയ പ്ലാസ്റ്റിക്കും മറ്റുമിട്ട് വെള്ളം കയറാത്ത രീതിയിൽ മൂടിയിട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പരിഹാരമല്ല. ഇവർക്ക് 6-7 മീറ്ററോളം ഉയരത്തിൽ മുറ്റം കെട്ടിപ്പൊക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുമില്ല. വനാതിർത്തിയിൽ ഉറക്കമില്ലാതെ കഴിയുന്ന ഇവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിനായി ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അതോടൊപ്പം ആ വീടിന് ഭീഷണിയായിട്ടുള്ള മരം അടിയന്തരമായിട്ട് വനം വകുപ്പ് റേഞ്ചർ രാഹുൽ സാറടക്കം ഇടപെട്ട് അത് ഇന്ന് രാവിലെ മുറിച്ചു മാറ്റുകയുണ്ടായി. അവർക്ക് മലകോട്ട് മഹാസഭയെ നന്ദി അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ കുടുംബാംഗങ്ങളെ ഭീഷണിയിൽ ആക്കിയിട്ടുള്ള ഈ മണ്ണിടിച്ചൽ കുടുംബാംഗങ്ങളും ജാഗ്രത പാലിക്കുക. അതിനോടൊപ്പം വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കൂറ്റൻ തെങ്ങുണ്ട്. ആ തെങ്ങ് അടിയന്തരമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ മുറിച്ചു മാറ്റി, അല്ലെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം അത് വലിച്ചു കെട്ടി അപകടത്തിൽ നിന്ന് ആ തൊട്ടടുത്ത വീട് നിമിഷം ആ തെങ്ങ് ആ വീടിൻ്റെ മണ്ണിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മലവേട്ടുവ മഹാസഭ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് CK കുഞ്ഞിരാമൻ, പരപ്പ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി M കുഞ്ഞിരാമൻ, കമ്മിറ്റി അംഗം PS ഷിബു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മലവേട്ടുവ മഹാസഭയിൽപ്പെട്ട കാറ്റാങ്കര കോളനിയിലെ ഏകദേശം 13ഓളം കുടുംബങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കാറ്റാങ്കര കോളനി. അപ്പോൾ ഏകദേശം 2 വീടിൻ്റെ മുറ്റം ഏകദേശം പൂർണ്ണമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അത് ഏത് സമയം മണ്ണിടിച്ചലിനോട് ഇതാണ്. എന്നാൽ അധികാരികൾ വന്നെങ്കിലും അവർക്ക് യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ബാബു സാറിനുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ബാബു സാറ് ഇപ്പോൾ ഉടനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എത്തിക്കാണുന്നില്ല. പക്ഷേ ഏത് അധികാരികൾ വന്നാലും ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംരക്ഷണം ഇവരുടെ ഈ ഇടിഞ്ഞു പോയിട്ടുള്ള ഇത് മുറ്റം ഫലവത്തായ ഒരു സംരക്ഷണ കോൺക്രീറ്റ് നിർമ്മിച്ച് ഇവരെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കണമെന്നാണ് മലയോര മേഖല കമ്മിറ്റി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.